പാകിസ്ഥാനെ വെള്ളപൂശിയിരുന്ന ചിലരുടെ സ്വപ്നങ്ങൾക്കാണിപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. സംഭവം എന്താണെന്നല്ലേ? പാകിസ്ഥാന്റെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയുണ്ടായി, പുൽവാമ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന്. 2019 ഫെബ്രുവരി മാസം 14 ജമ്മു ശ്രീനഗർ ഹൈവേയിൽ CRPF ജവാന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഒരു സൂയിസൈഡ് അറ്റാക്ക് നടത്തി നമ്മുടെ 40ഓളം CRPF ജവാന്മാർക്കാണ് വീരമൃത്യു പ്രാപിച്ചത്. ആ സംഭവത്തിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. ദിവസങ്ങൾക്കകം ഇന്ത്യൻ വായുസേനയുടെ പോർവിമാനങ്ങൾ പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽ ബോംബിട്ട് 100-ൽ കൂടുതൽ തീവ്രവാദികളെ കാലപുരിക്കയച്ചപ്പോൾ കുറച്ചുപേർക്ക് അതത്ര ദഹിച്ചില്ല. പുൽവാമയിൽ CRPF ജവാന്മാരെ കൊലപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണെന്നവർ കഥയടിച്ചിറക്കി. കേരളത്തിലെ ക്യാമ്പസുകളിൽ വരെ ആ കഥ പറഞ്ഞു പരത്തി. ഒരേ സമയം നരേന്ദ്രമോദിയെ മറ്റുള്ളവരുടെ മുൻപിൽ കളിയാക്കുവാനും പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തെ വെള്ളപൂശുവാനുമാണ് ഇവർ ശ്രമിച്ചത്. 2019 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇക്കൂട്ടർ നരേന്ദ്രമോദിയുടെ ഏതൊരു ഫോട്ടോയ്ക്കും താഴെ പുൽവാമ അറ്റാക്കിലെ കള്ളക്കഥ അടിച്ചിറക്കുമായിരുന്നു. ഇപ്പോഴിതാ പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് പറയുകയുണ്ടായി, പുൽവാമ അറ്റാക്ക് നടത്തിയത് പാകിസ്ഥാൻ തന്നെയാണെന്ന്. ഇനിയിപ്പോൾ പാകിസ്ഥാനെ വെള്ളപൂശി നടന്ന ആൾക്കാർ എന്ത് ചെയ്യും?